സംഭവിച്ചിട്ടുണ്ട്. 15 സീറ്റുകളിൽ ആണ് കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നത്. അവിടെ പക്ഷേ മൈക്രോ മാനേജ്മെന്റ് വിജയിച്ചു എന്നാണ് നേരത്തെ ശ്രീജിത്തും അക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. മൈക്രോ മാനേജ്മെന്റിന്റെ വിജയമാണ് ബി.ജെ.പിയുടെ. ഇപ്പോൾ മറ്റൊരു ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത്, നേരത്തെ ജയറാം രമേശ് ട്വിറ്ററിൽ കുറിച്ച അതേ കാര്യം കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഒഫീഷ്യലായിട്ട് തന്നെ പരാതി കൊടുക്കുവാനായിട്ട് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഈ ലോക്കൽ അഡ്മിനിസ്ട്രേഷനിലെ സമ്മർദ്ദത്തിലാക്കാൻ, അവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന രീതിയിലേക്ക്, വോട്ടെണ്ണൽ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഹരിയാനയിൽ കോൺഗ്രസിന്റെ ആരോപണം. പ്രധാനപ്പെട്ട ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുകയാണ്. വോട്ടെണ്ണൽ വിവരങ്ങൾ കൃത്യമായി അറിയിക്കുന്നില്ല. ഇലക്ഷൻ വെബ്സൈറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അത് വളരെ സ്ലോ ആണ് എന്നുള്ള പരാതിയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇത് വോട്ടെണ്ണൽ അട്ടിമറിക്കുകയാണ്, അത് പ്രാദേശിക ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കുകയാണ്. ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം. ഇത് ഔദ്യോഗികമായിട്ട് പരാതിയായി തന്നെ കോൺഗ്രസ് നൽകുകയാണ്. ആദ്യം ജയറാം രമേശാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഹരിയാനയിൽ നിന്നും ജമ്മു കാശ്മീരിൽ നിന്ന് പോലും കശ്മീരിലെ ജനവിധി കുറച്ച് വൈകിയേ അറിയാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു ആശങ്കപ്പെട്ടിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, കൃത്യമായ വിവരങ്ങൾ ഓരോ ബൂത്തിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതനുസരിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകുന്നുമുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ പരാതി കൃത്യമായിട്ട് വിവരങ്ങൾ പുറത്തു വരുന്നില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പരാതിയാണിത്. ഭൂപേന്ദർ സിംഗ് ഹൂഡ ഇപ്പോഴും ആകാംക്ഷാഭരിതനായി ആശങ്കയോടെ തെരഞ്ഞെടുപ്പ് ഫലം വീക്ഷിക്കുകയാണ്. സർക്കാർ ഉണ്ടാക്കുമെന്ന് അല്പസമയം മുമ്പ് ഹൂഡ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ അതിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. ബി.ജെ.പി വലിയ വിജയത്തിലേക്ക് ഹരിയാനയിൽ പോകുന്നു. 50 സീറ്റുകളിൽ ഇപ്പോഴും ലീഡ് നിലനിർത്തി പോരുന്നുണ്ട്. ബി.ജെ.പി കോൺഗ്രസിന് 35-ൽ നിൽക്കുവാനേ പറ്റുന്നുള്ളൂ. INLDയും BSPയും ഓരോ സീറ്റിൽ വീതം, മറ്റുള്ളവർ സ്വതന്ത്രർ 3 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നതാണ് ഹരിയാനയിൽ കാണുന്നത്. എന്തായാലും ജയറാം രമേശിന്റെ ആ ട്വീറ്റ്, അത് കോൺഗ്രസ് ഇപ്പോൾ ഔദ്യോഗിക പരാതിയായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. പക്ഷേ കാര്യങ്ങൾ അതുകൊണ്ട് മറ്റെന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് കരുതാൻ വയ്യ. പക്ഷേ ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ മൊത്തത്തിൽ ഹരിയാന നോക്കുകയാണെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞ സെൽജ ഹൂഡ ഫാക്ടർ അത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. മൈക്രോ മാനേജ്മെന്റിന്റെ ഒരു വിജയം നടന്നു. പിന്നെ ഒരു വലിയ ജനകീയ വിഷയം അവിടെ ഉണ്ടായിരുന്നുവല്ലോ. അവിടെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഹരിയാനയിൽ ദേശീയ ശരാശരിയേക്കാൾ വളരെ വളരെ കൂടുതലായിരുന്നു. അതായത് യുവാക്കളുടെ ഒരു എതിർപ്പ് അക്കാര്യത്തിൽ അവിടെ വന്നിരുന്നു സർക്കാരിനെതിരെ. അതുപോലെ തന്നെ അഗ്നിവീർ അത് വലിയൊരു പ്രതിഷേധത്തിന് കാരണമായതാണല്ലോ. പക്ഷേ ഇതിനെയൊക്കെ ഏത് രീതിയിൽ മറികടക്കാൻ കഴിഞ്ഞു? ഈ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. പക്ഷേ അത് ഇത്ര ഭംഗിയായിട്ട്, അതായത് ഇത്രയും വ്യത്യാസത്തിൽ തന്നെ ഈ ടാലി നോക്കുകയാണെങ്കിൽ അറിയാമല്ലോ ആ ഒരു വ്യത്യാസം എങ്ങനെ സാധിച്ചു ബി.ജെ.പിക്ക്? അത് ഒരു തരത്തിൽ ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഇതിപ്പോൾ പെട്ടെന്നുണ്ടായതുമല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലും, 2019 തെരഞ്ഞെടുപ്പിൽ പോലും, അക്കാലത്ത് പോലും ഭരണവിരുദ്ധ വികാരം നേരിട്ട് 40 സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയ പാർട്ടിയാണ് ബി.ജെ.പി. പിന്നീട് ഇതേപോലെ ഈ ജെ.ജെ.പിയുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് അവർ ഭരിച്ചിരുന്നത്. അപ്പോൾ ആ രീതിയിൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് തന്നെ ഭരണവിരുദ്ധ വികാരം നേരിട്ടു. അതിനുശേഷം ഭരണം നടക്കുന്ന സമയങ്ങളിൽ മുഴുവൻ ഈ വലിയ ചർച്ചകൾ വന്നു. അവസാനം അവർക്ക് മുഖ്യമന്ത്രിയെ മാറ്റി പുതിയ മുഖ്യമന്ത്രിയെ കൊണ്ടുവരേണ്ടി വന്നു. കർഷകരുടെ പ്രശ്നമുണ്ട്, അതേപോലെ തന്നെ പട്ടാളക്കാരുടെ സ്വന്തം നാടാണത്. അതുകൊണ്ട് തന്നെ അഗ്നിവീർ പദ്ധതി വലിയ പ്രശ്നമായി മാറി, തൊഴിലില്ലായ്മ വലിയ പ്രശ്നമായിട്ട് മാറി, ഫയൽമാന്മാരുടെ മക്കൾക്ക് നേരെയുള്ള ആക്രമണം ആ ദേശത്തെ ഒരു വൈകാരിക പ്രശ്നമായിട്ട് മാറി. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി.ജെ.പിക്ക് എതിരായിട്ടുള്ള സാഹചര്യങ്ങളാണ് മുഴുവനായിട്ടും ഉണ്ടായിരുന്നത്. അതിനെ എല്ലാം മറികടന്നു എന്ന് വേണം നമുക്കിപ്പോൾ കരുതാനായിട്ട്. പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മഞ്ജുഷ, 2019 കോൺഗ്രസും ബി.ജെ.പിയും കൂടി ചേർത്താൽ പോലും അവരുടെ ഒരു മൊത്തത്തിൽ 2 കൂട്ടർക്കും കൂടി ലഭിച്ചിട്ടുള്ള വോട്ട് ഏതാണ്ട് 65% മാത്രമേ വരികയുള്ളൂ. ബാക്കിയുള്ള 35% മറ്റ് പാർട്ടികളായിരുന്നു അവിടെ വോട്ടുകൾ നേടിയിരുന്നത്. അതേസമയം ഇത്തവണ നോക്കി ഏതാണ്ട് 80% മുകളിൽ ഈ ബി.ജെ.പി കോൺഗ്രസ് മാത്രമായിട്ട് നേടിയിട്ടുണ്ട്. 40% വോട്ടുകൾ ഇപ്പോഴും ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിനുണ്ട് എന്നുള്ളത് വേണം നമുക്ക് കണക്കാക്കാൻ. ഏതാണ്ട് അത്രയും അടുത്ത് തന്നെ വോട്ട് ബി.ജെ.പി നേടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഒരു 10-15% വോട്ടുകൾ
മറ്റ് പാർട്ടികളിലേക്ക് പോയതിനെ സമാഹരിക്കാനായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നു BJP തയ്യാറാക്കിയത് എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. ആ വോട്ടുകൾ ഏതാണ്ട് പൂർണ്ണമായിട്ടോ ഭൂരിപക്ഷം ആയിട്ടോ തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കാനായിട്ട് ഒരു മൈക്രോ മാനേജ്മെൻറ്റ് രീതി BJP ആവിഷ്കരിച്ചു. അതവർ നടപ്പിലാക്കി എന്നുള്ളതാണ്. അതൊരു വിജയകരമായിട്ടൊരു എലക്ഷൻ പ്രോസസ്സാണ്. അഥവാ തെരഞ്ഞെടുപ്പിൽ വൈകാരിക പ്രശ്നങ്ങളുണ്ടായിരുന്നു, വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു, സർക്കാരിനെതിരായിട്ടുള്ള വികാരങ്ങളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ മറികടക്കുന്ന തരത്തിലുള്ള സമാന്തരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താനായിട്ട് BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഇലക്ഷൻ റിസൾട്ട് വെച്ച് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് മാറും എന്നോ നമുക്കറിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൻ്റെ അനുസരിച്ച് ഇപ്പോഴും പല സ്ഥലത്തും 5 റൗണ്ടും 6 റൗണ്ടും മാത്രമേ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പൂർത്തിയായിട്ടുള്ളൂ. 18ഉം 20ഉം റൗണ്ടുകൾ ഉള്ളിടത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. അതേസമയം അത് വെബ്സൈറ്റിൽ മാത്രമാണോ പ്രശ്നം, യഥാർത്ഥത്തിൽ വോട്ടെണ്ണിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും അറിയില്ല. പക്ഷേ ഇതാണ് റിസൾട്ട് വരുന്നതെങ്കിൽ, ഇതിന് അന്തിമ ഫലം ഇതാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ വിഷയം, ഈ കാര്യം വളരെ നിർണായകമായിട്ട് വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 15%